പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിനഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. ദൈവപുത്രനു സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നി സുവിശേഷ ശുശ്രൂഷയിലേക്ക് രക്ഷിതാവായ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവരാജ്യ ശുശ്രൂഷകൾക്ക് വേണ്ടി നടത്തേണ്ട ഒരുക്കങ്ങളെ പറ്റിയാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. വചന ശുശ്രൂഷകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ അത്യത്ഭുത ശക്തിയാൽ പ്രകടമായ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഒരു വ്യക്തിയുടെ അനുഭവം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ വീട് എറണാകുളം ജില്ലയിൽ കൂനമ്മാവ് എന്ന സ്ഥലത്ത്. എൻ്റെ മകൾ മേഘയ്ക്ക് ഏകദേശം 2 വയസ്സായപ്പോൾ മുതൽ 6-7 ദിവസം കൂടുമ്പോഴാണ് വയറ്റിൽ നിന്നും പോകുന്നത്. വയറ്റിൽ നിന്നും പോകുന്ന ദിവസം രാവിലെ മുതൽ ഭയങ്കര വേദനയും കരച്ചിലുമായിരിക്കും. കുഞ്ഞ് ആകെ തളരും. വൈകുന്നേരം ആകുമ്പോഴാണ് വയറ്റിൽ നിന്ന് പോവുകയുള്ളൂ. 8-9 മാസത്തോളം ഹോമിയോ, ആയുർവേദ, അലോപ്പതി ഇതെല്ലാം കൊടുത്തു നോക്കി. യാതൊരു ഫലവും കിട്ടിയില്ല. കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ഞങ്ങളെല്ലാവരും തളർന്നു. 2008 ജനുവരി മാസത്തിലെ ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
നിരവധി വ്യക്തികൾ സൗഖ്യം പ്രാപിക്കുന്ന അനുഭവം ഞങ്ങൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിച്ച് ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങളും കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ കുഞ്ഞിന് സൗഖ്യമായാൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എഴുതി സാക്ഷ്യപ്പെടുത്താമെന്ന് നേർച്ച നേരുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം തന്നെ എൻ്റെ കുഞ്ഞ് സൗഖ്യം പ്രാപിച്ച് യാതൊരു പ്രശ്നവും കൂടാതെ കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്നും പോയി. അതിനുശേഷം ഇന്നു വരെ എൻ്റെ കുഞ്ഞിന് മലബന്ധം എന്ന രോഗപീഠ ഉണ്ടായിട്ടില്ല. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ചികിത്സിച്ചിട്ടും സൗഖ്യം കിട്ടാത്ത ഒരു ദുഃഖത്തിൻ്റെ മേൽ പ്രാർത്ഥിച്ച കുടുംബത്തിൽ ദൈവം ഇടപെട്ട സംഭവമാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ, ഈ ശുശ്രൂഷകളിൽ അവിടുത്തെ ആത്മാവ് ഒരുമിച്ച് കൂട്ടിയ സകല ജനത്തിൻ്റെ മേലും ഇപ്പോൾ അത്ഭുതകരമായ ദൈവാത്മാവ് വ്യാപരിക്കട്ടെ. ഓ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, രോഗശാന്തികൾ, മാനസാന്തരങ്ങൾ, പരിശുദ്ധാത്മ കൃപാവരാഭിഷേകങ്ങൾ, സകല അനുഗ്രഹങ്ങളും കുടുംബങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ഓ ദൈവമേ, ഇപ്പോൾ പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ വേദനയിലേക്ക് ദൈവശക്തി വ്യാപരിക്കട്ടെ. രോഗികളായി കിടക്കയിൽ കിടക്കുന്നവരുടെ മേൽ ഇപ്പോൾ കർത്താവിൻ്റെ ആശ്വാസ സ്പർശനങ്ങൾ ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി ഇറങ്ങട്ടെ. കടബാധിതയാൽ മനം മടുത്തിരിക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ച് സാമ്പത്തിക മേഖലകളിൽ വിടുതലുണ്ടാകട്ടെ. ഹാലലുയ, ഹാലലുയ. ബാലിക ബാലന്മാരെ സ്പർശിക്കണമേ. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. വിശ്വാസം മങ്ങിപ്പോയവരെ ഉണർത്തണമേ. പിശാചിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നവരെ വിടുവിക്കണമേ. ഓ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി സകല കുടുംബങ്ങളുടെ മേലും അത്ഭുതകരമാവണ്ണം വ്യാപരിക്കട്ടെ. ഹാലലുയ, ഹാലലുയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവരാജ്യ വേലയ്ക്ക് നാം ചെയ്യേണ്ട ഒരുക്കങ്ങളെക്കുറിച്ച് ദൈവവചനപ്രകാരം നമുക്ക് കാഴ്ചപ്പാടുകൾ ഉണ്ടാകണം. ലൂക്കായുടെ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ വചനം ഈ കാര്യത്തെക്കുറിച്ച് നൽകുന്ന ശക്തമായൊരു വെളിപ്പെടുത്തൽ 14-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു. ലൂക്ക 14:23. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. നീ പെരുവഴികളിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കുക. എന്താ ഇതിൻ്റെ പശ്ചാത്തലം? ഒരു വലിയ മനുഷ്യൻ ഒരു വലിയ സദ്യ ഒരുക്കി. ക്ഷണിക്കപ്പെട്ടവർ സമയമായപ്പോൾ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് ക്ഷണിക്കപ്പെട്ടവർ സദ്യയ്ക്ക് എത്തിയില്ല. അപ്പോൾ ഈ യജമാനൻ ഭൃത്യന്മാരെ വിളിച്ച് പാതയോരങ്ങളിലേക്കും തെരുവീതികളെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കാണുന്നവരെല്ലാം സദ്യയ്ക്ക് വിളിച്ചുകൊണ്ട് വരിക. അങ്ങനെ ഈ ഭൃത്യന്മാർ പോയി അവർ കണ്ടവരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു. അതിനുശേഷം ഭൃത്യന്മാർ യജമാനോട് പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ 21-ാം വാക്യം. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ യജമാനൻ ഈ ദാസനോട് പറയുകയാണ്, ഈ ദാസന്മാർ പോയി തെരുവുകളിലും കോണുകളിൽ നിന്നെല്ലാം നിന്ന് ആളുകൾ വിളിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങളെല്ലാം യജമാനെ ധരിപ്പിച്ചപ്പോൾ യജമാനൻ വീണ്ടും ദാസനോട് പറയുകയാണ്, എൻ്റെ വിരുന്നുശാല നിറയണം, നിറഞ്ഞ് കവിഞ്ഞ് എൻ്റെ വിരുന്നുശാലയിൽ ആളുകൾ വേണം, അതിനുവേണ്ടി നീ ഇനിയും പോകണം. അങ്ങനെ രണ്ടാമതും ഈ ഭൃത്യനെ അയക്കുകയാണ്. ആ സമയത്ത് പറയുന്ന വചനമാണ് ലൂക്ക 14:23. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരാൻ നിർബന്ധിക്കണം. പറഞ്ഞാൽ പോരാ, നിർബന്ധിക്കണം. നിരവധി സുവിശേഷ ശുശ്രൂഷകർക്ക് ഒരു ധാരണയുണ്ട്. ഒരു സ്ഥലത്ത് ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ, ഒരു സ്ഥലത്ത് ധ്യാനം നടക്കുമ്പോൾ, ഒരു സ്ഥലത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ, ഒരു ഇടവകയിൽ ദൈവവചന ശുശ്രൂഷ നടക്കുമ്പോൾ എല്ലാവരെയും വിവരം അറിയിച്ചാൽ മതി എന്നൊരു ചിന്തയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ഇവിടെ യേശു ക്രിസ്തുവിൻ്റെ അധരങ്ങളിലൂടെ യേശു ഒരു ദൈവരാജ്യ രഹസ്യം പറയുകയാണ്. ആളുകളെ അറിയിച്ചാൽ മാത്രം പോരാ, യേശുവിൻ്റെ വിരുന്നുശാല നിറയുവോളം
ആളുകൾ അകത്തേക്ക് വരാൻ അവർക്ക് പ്രേരണ കൊടുക്കണം, അവരെ പ്രേരിപ്പിക്കണം, അവരെ സ്വാധീനിക്കണം, അവരെ നിർബന്ധിക്കണം. അങ്ങനെ വിരുന്നുശാല ആളുകളെ കൊണ്ട് നിറയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർബന്ധിക്കണം എന്ന് തന്നെയാണ് യേശുക്രിസ്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് ആഗ്രഹം ഉണ്ടാകണം, അവരെ വരാൻ തക്കവണ്ണം അവർക്ക് പ്രേരണ കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു ഇടവകയിൽ വചന ശുശ്രൂഷ നടക്കുമ്പോൾ ഇടവക ജനം എല്ലാം വരാൻ തക്കവണ്ണം ആ ജനത്തിന് മേൽ അതിശക്തമായ പ്രേരണ കിട്ടാൻ തക്കവണ്ണം ഒരുക്കങ്ങൾ ഇടവകയിൽ നടക്കണം. ഒരു ദേശത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ദേശത്തുള്ള എല്ലാവർക്കും അതിന് നന്മ ലഭിക്കാൻ തക്കവണ്ണം ആളുകൾക്ക് കടന്നു വരാനുള്ള തീഷ്ണത ഉണ്ടാകാൻ തക്കവണ്ണം നല്ല ഒരുക്കങ്ങൾ ആ ദേശത്ത് സംഭവിക്കണം. എല്ലാവരും ഈ കാര്യത്തെക്കുറിച്ച് അറിയണം, എല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടണം, എല്ലാവർക്കും അതിലേക്ക് ഒരു ഹൃദയത്തുറവ് ഉണ്ടാകാൻ തക്കവണ്ണം മൊബിലൈസേഷൻ നന്നായി നടക്കണമെന്ന് തന്നെയാണ് ദൈവവചനപ്രകാരം നാം മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യ ശുശ്രൂഷ നടക്കുമ്പോൾ വേണ്ടത്ര മൊബിലൈസേഷൻ നടത്തേണ്ടതിനെ കുറിച്ച് പല ആളുകൾക്കും ഒരു തിരിച്ചറിവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം കൊണ്ടുവരാനുള്ളവരെ ദൈവം എങ്ങനെയെങ്കിലും കൊണ്ടുവന്നോളും എന്നാണ് ചിലർക്കുള്ള ഇതിനെക്കുറിച്ചുള്ള അബദ്ധധാരണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം കൊണ്ടുവന്നോളും, ദൈവം കൊണ്ടുവന്നോളും എന്ന ചിന്തയല്ല ഈ കാര്യത്തിൽ നാം വെച്ച് പുലർത്തേണ്ടത്. ഇതിന് നമ്മൾ ബൈബിൾ പഠിച്ച് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് നാം ഗ്രഹിക്കണം. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ പിതാവായ ദൈവം അനുവർത്തിച്ച അവലംബിച്ച മാർഗങ്ങളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്, പിതാവായ ദൈവമാണ് അയക്കുന്നത്. ലോകത്തിലേക്ക് പിതാവായ ദൈവം ദൈവപുത്രനെ അയക്കുമ്പോൾ അത് പരിശുദ്ധാത്മാവ് ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കോളും, പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചോളും എന്നല്ല പിതാവായ ദൈവത്തിൻ്റെ ചിന്ത. പിന്നെയോ നൂറ്റാണ്ടുകളിലൂടെ അനേകം പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും പൂർവിക പിതാക്കന്മാരെയും അയച്ച് പിതാവായ ദൈവം ജനത്തെ യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി നന്നായി ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. 1-2 നൂറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ ഒരുക്കി ഒരുക്കത്തിൻ്റെ എല്ലാ സമാപനത്തിലാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചത്. ഹല്ലേലൂയ. യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു നല്ല സങ്കല്പം പൂർവികന്മാരുടെ ഒരുക്കങ്ങളിലൂടെ പിതാവായ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ആ സമരിയാക്കാരി സ്ത്രീ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ യേശുവിനോട് സംസാരിക്കുന്ന രംഗത്ത് നമുക്കത് വെളിപ്പെടുന്നുണ്ട്. ആ സമരിയാക്കാരി സ്ത്രീ സംഭാഷണ മധ്യേ ഒരു പ്രത്യേക ഘട്ടത്തിൽ യേശു ക്രിസ്തുവിനോട് പറയുന്ന ഒരു രംഗം ശ്രദ്ധിക്കുക. സമരിയാക്കാരി സ്ത്രീ യേശുവിനോട് പറയുകയാണ്, ഒരു മിശിഹ വരുമെന്നും അവൻ വരുമ്പോൾ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമെന്നും ഞങ്ങൾക്കറിയാം. നോക്കുക, യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ള യഹൂദന്മാർക്ക് മാത്രമല്ല സമരിയാക്കാർക്ക് പോലും മിശിഹ വരുമെന്നും മിശിഹ വരുമ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നുമുള്ള നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പ്രവാചകന്മാരുടെ ഒരുക്കലിലൂടെ ജനത്തിന് മേൽ സംഭവിച്ച ഒരു സംഭവമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ആഗമനത്തിന് തൊട്ട് മുമ്പ് സ്നാപക യോഹന്നാൻ വന്ന് ഒരുക്കുന്ന രംഗം കാണുന്നുണ്ട്. നൂറ്റാണ്ടുകളിലൂടെ പ്രവാചകന്മാർ ഒരുക്കിയതിൻ്റെ കൾമിനേഷൻ എന്ന വിധത്തിലാണ് സ്നാപകൻ്റെ ഇമ്മീഡിയറ്റ് പ്രിപ്പറേഷൻ, തൊട്ടടുത്തുള്ള ഒരുക്കം. പ്രൈസ് ദി ലോർഡ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ സ്നാപക യോഹന്നാൻ എങ്ങനെയാണ് ജനങ്ങളെ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 15 മുതലുള്ള തിരുലിഖിതങ്ങൾ. പ്രതീക്ഷയോടെ ഇരുന്ന ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന് യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ജനങ്ങളെല്ലാം പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഒരു ക്രിസ്തു വരും, അവൻ മഹാനായിരിക്കും, അവൻ ശക്തനായിരിക്കും, വലിയ ശക്തിയുള്ള ദൈവപുത്രനായിരിക്കും. ഒരുപാട് പ്രതീക്ഷയോടെ ജനങ്ങളെല്ലാം ഇരിക്കുകയാണ്. ഇത് പ്രവാചകന്മാരെ ഒരുക്കലിൻ്റെ ഇഫക്റ്റാണ്. പ്രവാചകന്മാർ പറയുന്നത് മൊബിലൈസേഷൻ്റെ ഇഫക്റ്റാണിത്. പ്രവാചകന്മാർ നന്നായി ജനത്തെ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. നൂറ്റാണ്ടുകളിലൂടെ ജനത്തെ ഒരുക്കി. അതുകൊണ്ട് വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങളെല്ലാം യേശുവിനെ കാത്തിരുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ജനങ്ങളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോഴാണ് ഇതാ സ്നാപകൻ രംഗപ്രവേശം ചെയ്തത്. അപ്പോൾ ജനങ്ങളെല്ലാം അങ്ങോട്ട് നോക്കി. അപ്പോൾ ജനങ്ങൾ പ്രതീക്ഷയോടെ ഇരുന്നവരെല്ലാം വിചാരിച്ചു, ഇവനായിരിക്കും യേശു,
അതുപോലെ ശക്തിയോടെയാണ് സ്നാപകൻ്റെ വരവ്. ഇടിവെട്ട് പോലെയാണ് സ്നാപകൻ വചനം പ്രഘോഷിക്കുന്നത്. ബൈബിളിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ, ഞങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. കാരണം ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞു. ഇങ്ങനെ അതിശക്തമായ പ്രഘോഷണം നടത്തി ജനങ്ങളെല്ലാം ഞെട്ടിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ശക്തിയും ഈ ശൗര്യവും ഈ വലിയ ഇടിവെട്ട് അഭിഷേകം എല്ലാം കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ച് ഇതായിരിക്കും മിശിഹ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴാണ് സ്നാപകൻ ഇതാ യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ലൊരു ഇംപ്രഷൻ, ഒരു പ്രചരണം, ഒരു ഇമേജ് വരയ്ക്കുകയാണ്. അതാണ് ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. അപ്പോൾ യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നാപകൻ യേശുവിനെ കുറിച്ച് പാതയൊരുക്കുകയാണ്. യേശുവിനെ കുറിച്ച് ഇംപ്രഷൻ വരയ്ക്കുകയാണ്. യേശുവിനെ കുറിച്ച് ഒരു ഇമേജ് വരയ്ക്കുകയാണ്. യേശുവിനെ കുറിച്ച് ഒരു മൊബിലൈസേഷൻ ചെയ്യാണ്. ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ ഇതാ എൻ്റെ പിന്നാലെ വേറൊരുവൻ വരുന്നു, അവൻ അഗ്നി കൊണ്ട് സ്നാനപ്പെടുത്തും. ഞാൻ വെറും വെള്ളം ഒഴിച്ച് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനോ തീ കൊണ്ട് സ്നാനപ്പെടുത്തും. ഇങ്ങനെ അപ്പോൾ ജനങ്ങളെല്ലാം അത്ഭുതപ്പെട്ട് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, ഇതാ ഇപ്പോൾ ഇവൻ ഇത്രയും ശക്തനായവൻ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, ഇനി തീ കൊണ്ട് സ്നാനപ്പെടുത്തുന്നു വരുന്നു. ജനങ്ങൾക്ക് യേശുവിനെ കുറിച്ചുള്ള ഇംപ്രഷൻ വീണ്ടും വർദ്ധിച്ച്, അവരുടെ പ്രതീക്ഷ വീണ്ടും കൂടി, അവരുടെ ഹൃദയത്തിൻ്റെ ഉണർവ് വീണ്ടും കൂടി. വലിയ ആഗ്രഹത്തോടെ അവർ യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി. വീണ്ടും സ്നാപകൻ മറ്റൊരു ഇംപ്രഷൻ വരയ്ക്കുകയാണ്. സ്നാപകൻ പറഞ്ഞു, നിങ്ങൾ ഞാനാണ് മിശിഹ എന്ന് ചിന്തിക്കരുത്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവൻ വരുന്നു. സ്നാപകൻ ഒരുക്കുകയാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അപ്പോൾ ഈ വരാൻ പോകുന്ന യേശുവിനെ കുറിച്ചുള്ള വലിയൊരു ചിത്രം സ്നാപകൻ വരയ്ക്കുകയാണ്. വലിയൊരു മൊബിലൈസേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും സ്നാപകൻ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അവൻ പരിശുദ്ധാത്മാവിനെ അഗ്നിയാൽ സ്നാനപ്പെടുത്തും, വീശുമുറ അവൻ്റെ കയ്യിലുണ്ട്. ഉടനെ ജനങ്ങൾ വീണ്ടും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഉടനെ പറഞ്ഞു, അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയെ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് യേശുവിൻ്റെ ഇംപ്രഷൻ, യേശുവിൻ്റെ ഓരോ ഇമേജ് സ്നാപകൻ ജനഹൃദയങ്ങളിൽ വരയ്ക്കുകയാണ്. ഇപ്പം ജനങ്ങളെല്ലാം ആവേശം വീണ്ടും ആളിക്കത്തുകയാണ്. ഇതാരായിരിക്കും, ഒന്ന് കാണണം, ഒന്ന് കേൾക്കണം. ഈ ആവേശം ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വചനം പറയുന്നത് ശ്രദ്ധിക്കുക. ലൂക്കാ 3-ാം അധ്യായം 18-ാം വാക്യം. ഇതുപോലെ മറ്റു പല ഉത്ബോധനങ്ങളിലൂടെയും അവൻ ജനത്തെ സദ്വാർത്ത അറിയിച്ചു. എന്താണ് സദ്വാർത്ത? സദ്വാർത്ത ഇത്രയേ ഉള്ളൂ, യേശു വരുന്നു. ഈ മൊബിലൈസേഷനാണ് ഈ സദ്വാർത്ത എന്ന് പറയുന്നത്. പല വിധത്തിൽ ഇതുപോലെ പല വാക്കുകളിലൂടെ ഇംപ്രഷൻ വരച്ച് യേശുവിനെ കുറിച്ച് സ്നാപകൻ നല്ല ഒരു ഒരുക്കം ജനത്തിൻ്റെ ഇടയിൽ ചെയ്തു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവായ ദൈവം വെറുതെ യേശുവിനെ അങ്ങോട്ട് വിടുകയല്ല. പിതാവായ ദൈവം യോസേപ്പ് പിതാവിനോട് മാതാവിനോട് പറഞ്ഞത് എൻ്റെ പുത്രൻ വരുന്നുണ്ട്, സ്വീകരിച്ചോ എന്ന് പറഞ്ഞ് വെറുതെ അങ്ങോട്ട് വിടുകയല്ല ചെയ്തത്. ജനത്തെ നൂറ്റാണ്ടുകൾ ജനത്തെ പ്രവാചകന്മാരിലൂടെയും പൂർവ്വപിതാക്കന്മാരിലൂടെയും ന്യായാധിപന്മാരിലും ജനത്തെ ഒരുക്കി അവസാനം അതിൻ്റെ ക്ലൈമാക്സിൽ സ്നാപക യോഹന്നാനെ വിട്ട് ഒന്നും കൂടെ മൊത്തം ഒന്ന് ഇളക്കി മറിച്ച് അവസാനമാണ് യേശു ക്രിസ്തുവിനെ ജനത്തിൻ്റെ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം കൊണ്ട് പരിശോധിച്ച് നോക്കാം. യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന പ്രത്യേകമായ ഒരു സവിശേഷതയാണ്, യേശു ക്രിസ്തു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെല്ലുമ്പോൾ പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ജനക്കൂട്ടങ്ങൾ യേശുവിന് ചുറ്റും തിങ്ങിക്കൂടുന്നു. ഇത് നമ്മൾ കാണുന്നത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 1-ാം വാക്യം. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടി. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 25-ാം വാക്യം. വലിയ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുത്ത് വന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഇത്രയും വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിൻ്റെ അടുത്ത് ഇങ്ങനെ തിങ്ങി കൂടുന്നതിന് കാരണം എന്താണ്? ഞാൻ ആദ്യം വിചാരിച്ചത് ചുമ്മാ വന്നു കൂടിയതാണ്. അങ്ങനെ ചുമ്മാ ജനക്കൂട്ടങ്ങൾ കൂടുക.
ജനക്കൂട്ടങ്ങൾ കൂട്ടം കൂട്ടമായി തിങ്ങിക്കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നല്ല ഒരു പരസ്യം, നല്ലൊരു മൊബിലൈസേഷൻ നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് കൂടുതൽ ചിത്രം നമുക്ക് ലഭിക്കുന്നത് ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിലാണ്. ലൂക്കായുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു എങ്ങനെയാണ് ജനത്തെ ഒരുക്കിയത് എന്ന് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം, അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഈശോ 2 പേരായി ശിഷ്യന്മാരെ അയച്ചു. ഈ ശിഷ്യന്മാർ ചെന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിച്ചു. ഈ ശിഷ്യന്മാർ ചെന്ന് രോഗികളെ സുഖപ്പെടുത്തി. ഈ ശിഷ്യന്മാർ ചെന്ന് പിശാചുകളെ ഒഴിപ്പിച്ചു. ആളുകൾ തിങ്ങിക്കൂടി. ആളുകൾ ഇവരാരെന്ന് ചിന്തിച്ചു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇതാ യേശു വരുന്നു, യേശു വരുന്നു, യേശു വരുന്നു. യേശുവിനെ കുറിച്ച് നല്ലൊരു മൊബിലൈസേഷൻ ഈശോ പോകാനിരുന്ന പട്ടണങ്ങളിൽ മുമ്പേ പോയി ശിഷ്യന്മാർ നന്നായിട്ട് ആ പട്ടണങ്ങളെ ഗ്രാമങ്ങളെ ഇളക്കി മറിച്ച്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു ചെല്ലുമ്പോൾ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ജനങ്ങൾ തിങ്ങിക്കൂടിയെന്ന് സുവിശേഷങ്ങളിൽ നാം വായിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ടി വിയിലൂടെ മൊബിലൈസേഷൻ ചെയ്യാവുന്നത് പോലെ, പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ മൊബിലൈസേഷൻ ചെയ്യുന്നത് പോലെ, ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ മാധ്യമങ്ങളിലൂടെ വാൾ പോസ്റ്റർ വഴിയും ഫ്ലക്സ് വഴിയും ബാനർ വഴിയും പോസ്റ്റർ വഴിയും പത്രങ്ങളിലൂടെയും നോട്ടീസുകളിലൂടെയും ഒക്കെ നമ്മൾ മൊബിലൈസേഷൻ ചെയ്യുന്ന പോലെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ മൊബിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ മാധ്യമങ്ങളും യേശു ഉപയോഗിച്ചു. 2 പേരെ പട്ടണങ്ങളിലേക്ക് അയക്കുക, വള്ളവും വഞ്ചിയും ഒക്കെ ഉപയോഗിക്കുക. ഇങ്ങനെ അന്ന് ലഭ്യമായിരുന്ന സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഉപയോഗിച്ച് ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങൾ യേശു നന്നായി തന്നെ ചെയ്തു എന്നാണ് സുവിശേഷത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ സുവിശേഷ വേല എങ്ങനെയെങ്കിലും നടന്നാൽ പോരാ. നമ്മുടെ ഇടവകയിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ, നമ്മുടെ ദേശത്ത് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ, നമ്മളൊരു ആത്മീയ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് എങ്ങനെയെങ്കിലും നടന്നാൽ മതി ചിന്തിക്കരുത്. അതിന് നല്ല മൊബിലൈസേഷൻ നമ്മൾ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബാനർ അടിക്കുന്നിടത്ത് ബാനർ അടിക്കണം, പോസ്റ്റർ കെട്ടുന്നിടത്ത് പോസ്റ്റർ അടിക്കുന്നിടത്ത് പോസ്റ്റർ അടിക്കണം. മൊബിലൈസേഷൻ എന്തൊക്കെ വിധം ചെയ്യാമോ അതുപോലെയൊക്കെ ചെയ്ത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകൾ, ദൈവരാജ്യ ശുശ്രൂഷകൾ നന്നായി ചെയ്യുന്നതിൽ അഭിമാനം കൊള്ളണം. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവായ ദൈവമേ, ഈ കാലഘട്ടത്തിൽ മന്ദോഷരായി പോകാതെ, ഈ കാലഘട്ടത്തിൽ വിശ്വാസം മരവിപ്പിൽ അകപ്പെട്ട് തളർന്നിരിക്കാതെ ഉണർന്ന് വേല ചെയ്യാൻ, ഉണർന്ന് ശക്തിയോടെ അഭിമാനത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഓരോ മകനെയും മകളെയും ഇപ്പോൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഓരോ ശുശ്രൂഷകൾ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. നല്ല ഉണർവിൻ്റെ കൃപ അങ്ങയുടെ ദാസീദാസന്മാർക്കും സഭാ സമൂഹങ്ങൾക്കും കൂട്ടായ്മകൾക്കും അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ബൈബിളിൽ ഓരോ കാര്യങ്ങൾ ഞങ്ങൾക്കായി വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഹൃദയങ്ങൾ കൊണ്ട് സ്വീകരിച്ച് മനസ്സിൻ്റെ എല്ലാ മേഖലകളും അതിനോട് താതാത്മ്യപ്പെട്ട് പൂർണ്ണ ശക്തിയോടും മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും കൂടെ ദൈവരാജ്യ വേല ചെയ്യാൻ ഞങ്ങൾ എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ സകല വേദനകളിലും നമ്മളോടൊപ്പം അലിവോടെ ഇടപെടുന്ന നമ്മുടെ രക്ഷിതാവായ കർത്താവ് ഇതാ ഈ നിമിഷങ്ങളിൽ നമ്മുടെ അരികിൽ. നമ്മുടെ വേദനകൾ കർത്താവിനോട് പറയാം. എല്ലാവരും കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഓരോ വേദനകളും കർത്താവിനോട് പറയുന്നു. ദൈവമേ, എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പരാജയങ്ങളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. എൻ്റെ രക്ഷിതാവായ യേശുവേ, എൻ്റെ മക്കളുടെ എല്ലാ വിഷമങ്ങളിലേക്കും വരണമേ. ഈ സമയത്ത് വിശ്വാസത്തോടെ ഈ ടീമിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, ഇപ്പോൾ നമ്മളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളോട് ചേർന്ന് എൻ്റെ മകനെ മകളെ നീ പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ സമയത്ത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളുണ്ട്. ഹൃദയത്തിൻ്റെ വേദന, ജീവിതത്തിൻ്റെ ഭാരങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എൻ്റെ വിശ്വാസം മങ്ങിപ്പോകുന്നു, എനിക്ക് തീഷ്ണത ലഭിക്കുന്നില്ല, എനിക്ക് വചനം മനസ്സിലാകുന്നില്ല, എൻ്റെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല,
എൻ്റെ കുടുംബത്തിൽ എനിക്ക് സന്തോഷം തോന്നുന്നില്ല, എൻ്റെ മനസമാധാനം എനിക്ക് നഷ്ടപ്പെട്ടു, സാമ്പത്തിക മേഖലകളിലൊക്കെ തകർന്നു, എൻ്റെ കർത്താവ് ഒത്തിരി ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ തളരുന്നു, എൻ്റെ എല്ലാ വേദനകളിലേക്കും വരണമേ കർത്താവേ. ഓ മനസ്സലിവുള്ള ദൈവമേ, ഇടപെടണമേ. എല്ലാ വ്യക്തികളും ഇപ്പോൾ കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കരങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് നന്നായി ഉയരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഉറക്കെ വിളിക്കുക. യേശുവേ യേശുവേ എന്ന് വിളിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തെ വിളിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമത്തെ ഉറക്കെ വിളിക്കുന്നു. ഇപ്പോൾ എൻ്റെ മകനെ മകളെ നീ കർത്താവിൻ്റെ സന്നിധി ഉറക്കെ നിലവിളിക്കുമെങ്കിൽ വലിയ വേദനയിൽ കർത്താവിന് സമാശ്വാസമുണ്ട്, രോഗത്തിൽ സൗഖ്യമുണ്ട്, തകർച്ചയിൽ വിടുതലുണ്ട്. ഉറക്കെ വിളിക്കട്ടെ, യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പല വിചാരങ്ങൾ വിട്ടുപോകട്ടെ, ഏകാഗ്രത ലഭിക്കട്ടെ, ഉണർവ് ലഭിക്കട്ടെ, വിശ്വാസക്രമ കൊണ്ട് നിറയട്ടെ. യേശുവേ 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 യേശുവേ. എല്ലാവരും ഉറക്കെ വിളിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ.